പണ്ട് ഓസ്ട്രിയയിൽ 1889 ഏപ്രിൽ 20 അഡോൾഫ് ഹിറ്റ്ലർ എന്നൊരാൺകുട്ടി ജനിച്ചു. അവൻ്റെ അച്ഛൻ അലോയിസ് ഹിറ്റ്ലർ ഒരു കർക്കശക്കാരനായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ക്ലാര സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇളയ സഹോദരൻ എഡ്മണ്ടിൻ്റെ മരണവും പിതാവുമായുള്ള ബന്ധം വഷളായതും യുവ അഡോൾഫ് ഹിറ്റ്ലറിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്കാലം സമ്മാനിച്ചു. കൗമാരപ്രായത്തിൽ അഡോൾഫ് ഒരു കലാകാരനാകാൻ സ്വപ്നം കണ്ടു. വിയന്നയിലെ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ അപേക്ഷിച്ചെങ്കിലും 2 തവണ നിരസിക്കപ്പെട്ടു. ഈ പരാജയം അവനെ ആഴത്തിൽ ബാധിച്ചു. അവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടു. ഈ സമയം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ശക്തമായ താല്പര്യം വളർത്തിയെടുക്കുകയും ദേശീയവാദവും സെമിറ്റിക് വിരുദ്ധ വീക്ഷണങ്ങളും പുലർത്താൻ തുടങ്ങുകയും ചെയ്തു. 1913 ഹിറ്റ്ലർ ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് താമസം മാറി. 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവൻ ആവേശത്തോടെ ജർമ്മൻ സൈന്യത്തിൽ ചേർന്നു. വെസ്റ്റേൺ ഫ്രണ്ടിൽ ഡിസ്പാച്ച് റണ്ണറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2 തവണ പരിക്കേറ്റു. ജർമ്മനിയുടെ തോൽവിയുടെ അപമാനവും വെയ്സ്ലായ്സ് ഉടമ്പടിയിലെ കടുത്ത നിബന്ധനകളും ഉൾപ്പെടെയുള്ള യുദ്ധത്തിലെ ഹിറ്റ്ലറുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ രോക്ഷത്തിനും നീരസത്തിനും ആക്കം കൂട്ടി. യുദ്ധാനന്തരം ഹിറ്റ്ലർ മ്യൂണിക്കിലേക്ക് മടങ്ങി. ചെറിയ ദേശീയവാദിയും സെമിറ്റിക് വിരുദ്ധ ഗ്രൂപ്പുമായ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി DAPയിൽ ചേർന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വൈദഗ്ധ്യവും ആകർഷകമായ വ്യക്തിത്വവും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിലെ പ്രമുഖ വ്യക്തിയാക്കി. 1920 DAPയെ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി NSDAP അല്ലെങ്കിൽ നാസി പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു. ഹിറ്റ്ലർ അതിൻ്റെ നേതാവായി. 1923 ഹിറ്റ്ലറും അനുയായികളും ബിയർ ഹാൾ പുഷ് എന്നറിയപ്പെടുന്ന ഒരു പരാജയപ്പെട്ട അട്ടിമറിയിലൂടെ വെയ്മർ റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഹിറ്റ്ലർ അറസ്റ്റ് ആവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം തൻ്റെ ആത്മകഥയും രാഷ്ട്രീയ പ്രകടന പത്രികയുമായ മെയിൻ കാംഫ് എന്ന പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൽ ജർമ്മനിയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട്, ആര്യൻ വംശീയ ശ്രേഷ്ഠതയിലുള്ള വിശ്വാസം, പ്രാദേശിക വിപുലീകരണത്തിനുള്ള തൻ്റെ പദ്ധതികളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരുന്നു. ജയിൽ മോചിതനായ ശേഷം ഹിറ്റ്ലർ നാസി പാർട്ടിയെ പുനർനിർമ്മിക്കുകയും സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1920കളുടെ അവസാനത്തിലും 1930കളുടെ തുടക്കത്തിലുമുണ്ടായ മഹാമാന്ദ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ജർമ്മനിയിൽ വ്യാപകമായ അസംതൃപ്തിയുടെയും അസ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. ജർമ്മനിയുടെ മഹത്വം പുനഃസ്ഥാപിക്കുമെന്നും ജോലി നൽകുമെന്നും ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഉയർത്തുന്ന ഭീഷണികൾ ഇല്ലാതാക്കുമെന്നും ഹിറ്റ്ലർ പറഞ്ഞു. ഹിറ്റ്ലറുടെ നാസി പാർട്ടിക്ക് ഈ സമയം കാര്യമായ സ്വാധീനം ലഭിച്ചു. 1932 തിരഞ്ഞെടുപ്പിൽ ജർമ്മനിയുടെ പാർലമെൻറ്റായ റിച്ച്സ്റ്റാഗിലെ ഏറ്റവും വലിയ കക്ഷിയായി നാസികൾ മാറി. കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നിട്ടും ഹിറ്റ്ലർ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും അക്കാലത്തെ രാഷ്ട്രീയ അസ്ഥിരതയും അദ്ദേഹത്തെ 1933 ജനുവരി 30 ജർമ്മനിയുടെ ചാൻസലറായി നിയമിക്കാൻ പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡൻബർഗിനെ പ്രേരിപ്പിച്ചു. അധികാരത്തിലേറിയപ്പോൾ ഹിറ്റ്ലർ തൻ്റെ നിയന്ത്രണം ഏകീകരിക്കാൻ വേഗത്തിൽ നീങ്ങി. 1933 ഫെബ്രുവരിയിൽ റിച്ച്സ്റ്റാഗ് ഫയർ ഡിഗ്രി പാസ്സാക്കുന്നതിന് അദ്ദേഹം റിച്ച്സ്റ്റാഗ് ഫയർ ഉപയോഗിച്ചു. ഇത് പൗരാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും രാഷ്ട്രീയ എതിരാളികളെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. 1933 മാർച്ചിൽ പ്രാപ്തമാക്കൽ നിയമം പാസ്സാക്കി. ഒരു സ്വേച്ഛാധിപത്യം ഫലപ്രദമായി സ്ഥാപിച്ചുകൊണ്ട് റിച്ച്സ്റ്റാഗിൻ്റെ അംഗീകാരമില്ലാതെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഹിറ്റ്ലർക്ക് അധികാരം നൽകി. നാസിസം എന്ന പ്രത്യയശാസ്ത്രം. അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമായിരുന്നു നാസിസം അഥവാ നാഷണൽ സോഷ്യലിസം. തീവ്ര ദേശീയത, യഹൂദ വിരുദ്ധത, ആര്യൻ വംശീയ ശ്രേഷ്ഠതയിലുള്ള വിശ്വാസം എന്നിവയാണ് ഇതിൻ്റെ സവിശേഷത. നാസിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ താഴെ പറയുന്നവയാണ്. വംശശുദ്ധി. ആര്യൻ വംശം ശ്രേഷ്ഠമാണെന്നും മറ്റു വംശങ്ങൾ, പ്രത്യേകിച്ച് ജൂതന്മാർ, താഴ്ന്നവരാണെന്നും സമൂഹത്തിന് ഭീഷണിയാണെന്നും ഉള്ള വിശ്വാസം. യഹൂദ വിരുദ്ധത. ജർമ്മനിയുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളും ഭരണകൂടത്തിൻ്റെ ശത്രുക്കളായി ചിത്രീകരിക്കപ്പെട്ടവരുമായ ജൂതന്മാരോടുള്ള വെറുപ്പും പീഡനവും. ദേശീയത. ജർമ്മൻ ദേശീയതയ്ക്ക് ശക്തമായ ഊന്നൽ നൽകുകയും ജർമ്മനിയെ പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം. സമഗ്രാധിപത്യം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ സ്ഥാപനം. മിലിറ്ററിസം. ശക്തമായ ഒരു സൈന്യത്തിൻ്റെ പ്രാധാന്യത്തിലുള്ള വിശ്വാസം, ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ബലപ്രയോഗം. ഇനി ഹിറ്റ്ലറുടെ ഇത്തരം പ്രവർത്തികൾ ഒരു യുദ്ധത്തിനുള്ള കാരണമായി മാറി. ഹിറ്റ്ലറുടെ ആക്രമണാത്മക വിദേശ നയം ജർമ്മൻ പ്രദേശം വികസിപ്പിക്കാനും വെയ്സ്ലായ്സ് ഉടമ്പടി റദ്ദാക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. 1936 ജർമ്മൻ സൈന്യം ഉടമ്പടി ലംഘിച്ച് റൈൻലാൻഡ് വീണ്ടും കൈവശപ്പെടുത്തി. 1939 ഹിറ്റ്ലർ ഓസ്ട്രിയയെ അൺസ്ക്ലസിൽ പിടിച്ചടക്കി. ആ വർഷം തന്നെ അദ്ദേഹം ചെക്കോസ്ലോവാക്യയിലെ
സുഡേറ്റൻലാൻഡ് പ്രദേശം ആവശ്യപ്പെട്ടു. അത് മ്യൂണിക് കരാറിന് ശേഷം ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. 1939 ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനുമായി മൊളോട്ടോവ് റിബൻട്രോപ്പ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇത് കിഴക്കൻ യൂറോപ്പിനെ രഹസ്യമായി സ്വാധീന മേഖലകളായി വിഭജിച്ചു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടു. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ സംഘട്ടനം പെട്ടെന്ന് യൂറോപ്പിലും പുറത്തേക്കും വ്യാപിച്ചു. ഹോളോകോസ്റ്റ്. ഹിറ്റ്ലറുടെ ഭരണത്തിൻ്റെ ഏറ്റവും ഭയാനകമായ വശങ്ങളിലൊന്ന് ഹോളോകോസ്റ്റ് 6 ദശലക്ഷം ജൂതന്മാരുടെയും ദശലക്ഷക്കണക്കിന് ഇരകളുടെയും ആസൂത്രിതമായ വംശഹത്യയായിരുന്നു. റൊമാനികൾ, വികലാംഗരായ വ്യക്തികൾ, രാഷ്ട്രീയ വിമതർ, നാസികൾ, അനഭിലഷണീയമാണെന്ന് കരുതുന്ന മറ്റുള്ളവർ, കൂട്ടവെടിവെപ്പുകൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, കൂടാതെ ഹോളോകോസ്റ്റ് നടത്തി ഉന്മൂലന ക്യാമ്പുകൾ. അവിടെ ഇരകൾ മനുഷ്യത്വരഹിതമായ അവസ്ഥകൾക്കും നിർബന്ധിത ജോലികൾക്കും കൂട്ടക്കൊലയ്ക്കും വിധേയമായിരുന്നു. യുദ്ധം പുരോഗമിക്കുമ്പോൾ വേലിയേറ്റം ജർമ്മനിക്കെതിരെ തിരിയാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയൻ്റെ പരാജയമായ അധിനിവേശം, യുദ്ധത്തിൽ അമേരിക്കയുടെ പ്രവേശനം, വടക്കേ ആഫ്രിക്കയിലും ഇറ്റലിയിലും സഖ്യകക്ഷികളുടെ വിജയങ്ങൾ നാസി ഭരണകൂടത്തെ ദുർബലപ്പെടുത്തി. 1944 ആയപ്പോഴേക്കും സഖ്യകക്ഷികൾ നോർമണ്ടിയിൽ വന്നിറങ്ങി. പടിഞ്ഞാറ് നിന്ന് ജർമ്മനിയിലേക്ക് മുന്നേറുകയായിരുന്ന സോവിയറ്റ് യൂണിയൻ കിഴക്ക് നിന്ന് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. 1945 ഏപ്രിൽ സഖ്യസേന ബെർലിനിൽ അടച്ചപ്പോൾ ഹിറ്റ്ലർ റിച്ച് ചാൻസലറിന് താഴെയുള്ള തൻ്റെ ബംഗാറിലേക്ക് പിന്മാറി. 1945 ഏപ്രിൽ 30 ആസന്നമായ പരാജയത്തെ അഭിമുഖീകരിച്ച് ഹിറ്റ്ലറും ഭാര്യ ഇവാ ബ്രൗണും ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലറുടെ മരണം നാസി ഭരണകൂടത്തിൻ്റെ അന്ത്യം കുറിച്ചു. 1945 മെയ് 8 ജർമ്മനി നിരുപാധികം കീഴടങ്ങി. അഡോൾഫ് ഹിറ്റ്ലറുടെയും നാസി ഭരണകൂടത്തിൻ്റെയും പൈതൃകം സമാനതകളില്ലാത്ത നാശത്തിൻ്റെയും മനുഷ്യരുടെ കഷ്ടപ്പാടുകളുടെയും ഫലമാണ്. യുദ്ധം ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിൽ കലാശിച്ചു. ഹോളോകോസ്റ്റ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ്. വിദ്വേഷം, അസഹിഷ്ണുത, സമഗ്രാധിപത്യം എന്നിവയ്ക്കെതിരായ ജാഗ്രതയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പാഠങ്ങളുമായി ലോകം ഈ സംഭവത്തെ വിലയിരുത്തി.